വിശദമായ വാർത്തകളിലേക്കാണ്. തൃശൂർ പൂരം ADGP വിവാദങ്ങളിൽ സർക്കാരിന്റെ വിശദീകരണം കാത്ത് കേരളം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്കുണ്ടാകും. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലുറച്ച് CPI നിൽക്കുകയാണ്. അതേസമയം പൂരം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ ഇന്ന് വ്യക്തത വന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താകും ഇന്നത്തെ ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുക, പ്രത്യേകിച്ചും ADGPയുടെ ഈ ഒരു വിഷയത്തിൽ? ശ്രീകാർത്തിക, ഇത്രയധികം വിവാദങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. സ്വാഭാവികമായും ADGPയുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ഒപ്പം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഇതിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തലത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ടെന്നും ആ നടപടികൾ ലഭിച്ച, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ, അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇക്കാര്യങ്ങൾ തന്നെയാണ് CPI അടക്കമുള്ള ഘടകകക്ഷികൾ ADGP MR അജിത് കുമാറിന് എതിരെ അടക്കം വിമർശനം LDF യോഗത്തിൽ അറിയിച്ചപ്പോൾ മുഖ്യമന്ത്രി മറുപടിയായി നൽകിയത്. ആ നിലപാട് തന്നെയാണ് LDF കൺവീനർ അടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ സ്വീകരിക്കുന്നത്. അതായത് CPMന്റെ നിലപാട് ഇപ്പോഴൊരു അന്വേഷണം നടക്കുന്നുണ്ട്, അക്കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളതാണ്. അന്വേഷണ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്ന കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. അന്വേഷണം പൂർത്തിയായ ശേഷം തന്നെ നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു മുൻ നിലപാട്. ആ നിലപാട് അജിത് കുമാറിന്റെ കാര്യത്തിൽ തുടരുന്നു എന്നുള്ളതാണ് സർക്കാരും CPMും നിലപാടായി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട നേരത്തെ ചില പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വന്നിരുന്നു. ആ പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് ആസ്ഥാനത്തെ ഇൻഫർമേഷൻ ഓഫീസർക്കടക്കം സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ശക്തമായ നടപടി, ഈ വാർത്തകൾ പുറത്തു വന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അക്കാര്യങ്ങൾ ഏത് തരത്തിലുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. കാരണം പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്നു. അത് ADGPയുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരത്തിൽ മാത്രമല്ല, മറ്റു പല വിവാദങ്ങളിലും ഇപ്പോഴും സർക്കാർ ഒളിച്ചു കളിക്കുന്നു. ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നത് LDFിന്റെ പ്രധാന ഘടകകക്ഷിയായ CPI കൂടി രംഗത്ത് വന്നതാണ്. പിന്നീട് RJD അടക്കമുള്ള പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. അവർ ആ വിഷയം LDFിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ പരസ്യമായും രഹസ്യമായും എല്ലാം തന്നെ അജിത് കുമാറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏറ്റവും നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഇനി ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള സംരക്ഷണ കവചമാണ് ADGPക്ക് സർക്കാർ ഒരുക്കുന്നത്, അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്ത് എന്നുള്ളതാണ് പ്രധാനമായും ഇനി വരുന്ന ചോദ്യം. അതോടൊപ്പം തന്നെ പ്രശാന്ത്, ഈ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ADGP ഇന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും കൈമാറുന്നുണ്ടല്ലോ. ഈ ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെയാകും ഉണ്ടാവുക എന്നറിയാനുള്ളതും ഏറെ നിർണായകമായ ഒരു വിഷയം തന്നെയല്ലേ? ശ്രീകാർത്തിക, തീർച്ചയായും പൂരം അലങ്കോലപ്പെട്ടത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് CPI വിലയിരുത്തുന്നത്. അന്ന് ആ സമയം തന്നെ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ അത് വിവാദമായി ഉയർത്തുകയൊക്കെ ചെയ്തു. പൂരം അലങ്കോലപ്പെട്ട വർദ്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തിന് കൃത്യമായി അവിടേക്ക് അന്നത്തെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി എത്തുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് CPI അടക്കം ആരോപിക്കുന്നത്. അതിനുശേഷം, അതായത് ആ ആരോപണം ആദ്യം ഉന്നയിച്ചത് ആ സമയത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരനാണ്. പിന്നീട് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ശക്തമായി വിമർശനമായി ഉയർത്തുകയൊക്കെ ചെയ്തു. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന പൂരം അലങ്കോലപ്പെട്ടതിൽ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള നീക്കം നടന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചത്. അതിനുശേഷമാണ് VS സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ആ പരാതി നൽകി 5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് സർക്കാർ മുന്നിലേക്ക് വരുന്നത്. ADGP റിപ്പോർട്ട് DGPക്കും ഒപ്പം തന്നെ സർക്കാരിനും കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിൽ നടപടികൾ സ്വീകരിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും അത് പിന്നീട് സർക്കാർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ദേവസ്വങ്ങളും ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഇത്രത്തോളം ദിവസം കാത്തിരുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാരുമായി ബന്ധപ്പെട്ട മുൻപ് നടന്ന പല അന്വേഷണങ്ങളും, നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം നമ്മൾ കണ്ടതാണ്. പല അന്വേഷണങ്ങൾക്കും കമ്മിറ്റി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കി കൃത്യമായി റിപ്പോർട്ട് വരികയോ അതുമേൽ തുടർ നടപടികൾ എടുക്കാനോ ഈ സർക്കാർ വിമുഖത കാട്ടുന്നു എന്നുള്ളതാണ് വിമർശനം. പക്ഷേ ഇക്കാര്യത്തിൽ അത്തരത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. പ്രധാന
ഘടകകക്ഷി തന്നെയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ പൂരം അലങ്കോലപ്പെട്ടു, അവിടെ ജില്ലാ പോലീസ് മേധാവി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് കൃത്യമായ ഒരു വ്യക്തത വരേണ്ടത്. ആ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതോടുകൂടി തന്നെ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം നീക്കങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ മേൽ നടപടി ഉണ്ടാവേണ്ടത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം MR അജിത് കുമാർ തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. ശ്രീകാർത്തിക. ശരി, വ്യക്തമാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏറെ നിർണായകം തന്നെയാണ്. KK പ്രശാന്താണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.